നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് ശശി തരൂർ എന്ന തിരുവനന്തപുരത്തിൻ്റെ MP, അതിലുപരി കോൺഗ്രസ് നേതാവുമായ അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് അടിവരയിട്ട് വ്യക്തമാക്കി ഞങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കേന്ദ്രമന്ത്രിയോട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചപ്പോഴും അദ്ദേഹം അതിന് എതിർപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞില്ല. അതിനെ തരൂർ വിശദീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിമതൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ഷൈൻലാൽ എന്നാണ് പേര്. തിരുവനന്തപുരത്തെ നാടാർ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഷൈൻലാൽ ഈ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നുമൊക്കെ തനിക്ക് അവഗണന നേരിടുന്നുണ്ടെന്നും ആ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ മത്സരരംഗത്തേക്ക് വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് മത്സരരംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഷൈനും പറയുന്നു BJP-യിലേക്ക് ചേക്കേറാൻ നിരവധി തവണ ശശി തരൂർ ശ്രമം നടത്തിയിരുന്നു എന്ന്. കൃത്യമായ വിവരങ്ങളും ഷൈൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഷൈൻ പറയുന്നത് RSS വഴി, ഗുരുമൂർത്തി വഴി തരൂർ ശ്രമം നടത്തി എന്ന് തന്നെയാണ്. RSSൻ്റെ ഓഫീസിലെത്തി ചർച്ച നടത്തുകയും ഒരു പക്ഷേ ചർച്ചകൾ ഫലപ്രദമായിരുന്നെങ്കിൽ ഇന്ന് തരൂർ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയാവുകയും ചെയ്തേനെമെന്ന് തന്നെയാണ്. ഇതുതന്നെയാണ് നമ്മളും പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും അത്തരത്തിൽ ചർച്ച നടന്നിട്ടുണ്ടെന്നും അതിന് കൃത്യമായ വിവരങ്ങൾ നൽകാമെന്നും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്. ഏതായാലും തരൂർ ഈ വിഷയത്തിൽ താൻ എന്താണ് പറയാനുള്ളതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല, തരൂരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ പോലും തരില്ല എന്ന് ശശി തരൂരിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഏതായാലും ഷൈൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. തരൂരിൻ്റെ ന്യൂനപക്ഷ പ്രേമം തുടങ്ങിയപ്പോൾ മുതലാണ് ഇതിനെ ആക്രമിക്കാനായി എല്ലാവരും രംഗത്ത് വരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ചകൾ പോലും ഉണ്ടാവുന്നത്. രാജീവ് ചന്ദ്രശേഖരെ ആക്രമിക്കാനായി തരൂർ ശ്രമം നടത്തുന്നുണ്ടെന്ന് വ്യക്തമാവുകയാണ്. കാരണം ശശി തരൂർ വിചാരിച്ചിരുന്നത് ന്യൂനപക്ഷ മേഖലയിലെ വോട്ടുകൾ തനിക്ക് അനുകൂലമാകും, അതുപോലെ തന്നെ കടലോര മേഖലയിലെ വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയായിരുന്നു ശശി തരൂർ എന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ കടലോര മേഖലയിൽ കാലടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മനസ്സിലാക്കിയ ശശി തരൂർ ന്യൂനപക്ഷ പ്രേമമൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയായിരുന്നു. മണിപ്പൂരും മറ്റു വിഷയങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഈ ശശി തരൂരുമായി BJP നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരാൻ കാരണം എന്ന് തോന്നുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രേമം പറഞ്ഞപ്പോൾ ശശി തരൂരിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നാണ് ഞങ്ങളും വിചാരിച്ചത്. ആ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുക തന്നെയാണ് ഞങ്ങളും ചെയ്തത്. എന്നാൽ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ശശി തരൂരിന് കുറേ ആരാധകരുണ്ട്. ഒരുപക്ഷെ ഈ ആരാധകരുള്ളത് കൊണ്ടായിരിക്കാം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതുവരെ ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല. ഇത്തരം ഗൗരവകരമായ ഒരു വിഷയം വന്നപ്പോഴും പലവട്ടം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് അടിവരയിട്ട് പറഞ്ഞപ്പോഴും ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് അല്പം അകന്ന് ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ തന്നെ ഭാഗമായിരുന്ന ഞാൻ അടക്കമുള്ളവർ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ, ഇതൊരു പത്രസമ്മേളനത്തിൽ പോലും ഞാൻ കേന്ദ്രമന്ത്രിയോട് പോലും ചോദിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. തരൂർ എന്നിട്ട് മറ്റുള്ളവർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും പണം നൽകിക്കൊണ്ട്, കോൺഗ്രസുകാരുടെ പ്രധാന ആരോപണമാണ് മാധ്യമപ്രവർത്തകരെ കൊണ്ടെല്ലാം വാർത്ത ചെയ്യിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ കുറേയെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, പൊതുവെ ഓൺലൈനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം കേരളത്തിലെ ഓൺലൈനുകൾ കൂടുതലും അത്തരത്തിൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഓൺലൈനുകളാണ്. ചിലപ്പോഴെങ്കിലും ഇതുമായി ബന്ധമില്ലാത്തവരുണ്ട്, പത്രപ്രവർത്തനവുമായി യാതൊരു അടിസ്ഥാന ബന്ധവുമില്ലാത്ത, വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരുമൊക്കെ ഓൺലൈൻ ചാനലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായ പത്രപ്രവർത്തനത്തിൻ്റെ പാതയിലൂടെ തന്നെ നടന്നവർ നടത്തുന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട്. അവരൊക്കെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ബേസിക്സ് തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമ സ്ഥാപനം നടത്തുന്നത്. അതിനുമപ്പുറം അത്തരം മാധ്യമപ്രവർത്തകരുടെ വിശ്വാസ്യത കൂടിയുണ്ട്. ആ മാധ്യമപ്രവർത്തകരുടെ വിശ്വാസ്യതയുള്ള വാർത്തകൾ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് ഏതെങ്കിലും വിവാദമായിരുന്നെങ്കിൽ, ഇപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവാദമായിരുന്നെങ്കിൽ ഏറ്റെടുത്തേനേയും. പക്ഷേ യഥാർത്ഥ വാർത്തകൾ വരുമ്പോൾ അല്പം പിന്നോക്കം പോകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു ആഴ്ചയിലേറെയായി ശശി തരൂർ BJP-യിലേക്ക് പോകാൻ കോപ്പുകൂട്ടിയിരുന്നു എന്ന വാർത്ത ഞാൻ ചെയ്തിട്ട് ഇപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിലെ പലരും BJP-യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകളുടെ സംശയമോ ഏതെങ്കിലും ടെക്നിക്കൽ സംശയങ്ങളോ ഒക്കെ വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും പൊസിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെക്നിക്കൽ സംശയം വന്നാൽ എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ ഈ വാർത്ത അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ
ശശി തരൂരാണ് മാധ്യമങ്ങളെ വിലക്കെടുത്തേക്കുന്നതെന്ന് ചിലപ്പോൾ ചിന്തിച്ചാൽ പോലും സംശയിക്കേണ്ടതില്ല. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഷൈൻലാൽ വ്യക്തമായും കൃത്യമായും ഇപ്പോൾ പറയുകയാണ് ശശി തരൂർ BJPയുമായി ചർച്ച നടത്തിയെന്ന്. ഷൈൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സ്വജനപക്ഷ പ്രേമം മൂത്ത തരൂർജി ആഹാ. ഏതാണ്ട് 1.5 കൊല്ലം മുമ്പാണ് 2022 ഒക്ടോബർ. സുനന്ദ സുരഭിലമായ അക്കാലത്താണ് ശശി തരൂർ BJPയിൽ ചേർന്ന് തരൂർജിയാകാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിവെച്ചത്. അതും ഏതെങ്കിലും നേതാക്കളുമായിട്ടൊന്നുമല്ല. RSS സൈദ്ധാന്തികനായ സാക്ഷാൽ S ഗുരുമൂർത്തി, BJP നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവരുമായിട്ടൊക്കെയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ കയറാനും അടുത്ത കേന്ദ്ര ഭരണത്തിൽ പങ്കാളിയാകാനും വേണ്ടി അദ്ദേഹം ചർച്ച നടത്തിയത്. മണിപ്പൂരിന്റെയും പൗരത്വ നിയമ ഭേദഗതിയുടെയും പേരിൽ കരച്ചിൽ രേഖപ്പെടുത്തുന്ന ശ്രീ തരൂർ RSS നേതാവ് ഗുരുമൂർത്തിയുടെ ചെന്നൈ മൈലാപ്പൂരിലെ രാധാകൃഷ്ണൻ ശാലയിലുള്ള ഓഫീസിൽ RSS വഴി BJPയിൽ കയറാൻ ചർച്ച നടത്തിയത് 2022 നവംബർ 5-നാണ്. പലതവണയായി 2023 നവംബർ വരെ ഈ ചർച്ചകൾ തുടർന്നു. എന്തുകൊണ്ടോ അന്നത്തെ ചർച്ചകൾ വിജയിച്ചില്ല. ചർച്ചകൾ വിജയമായിരുന്നുവെങ്കിൽ തരൂർ ഇത്തവണ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി ആയിരുന്നേനെ. പലരും തരൂർജി എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടേനെ. മറ്റുള്ള കോൺഗ്രസ്സുകാരെ പോലെ ജയിച്ചു കഴിഞ്ഞാൽ BJPയിൽ ചേരാൻ നിൽക്കുന്ന കോൺഗ്രസ്സുകാരനല്ല കേട്ടോ ശശി തരൂർ. അദ്ദേഹം ഇലക്ഷന് മുമ്പേ തന്നെ ചാടാൻ നിന്നയാളാണ് എന്നാണ് ഷൈൻലാൽ പറയുന്നത്. ഏതായാലും ഈ വാർത്ത ശരിയാണ്, വളരെ കൃത്യമായ വാർത്ത തന്നെയാണ്. ഈ വിഷയം വളരെ മുമ്പ് തന്നെ, ഒരാഴ്ച മുമ്പ് തന്നെ ഭാരത് ലൈവ് ബ്രേക്ക് ചെയ്തിരുന്നതാണ്. ഭാരത് ലൈവിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. തരൂർ, അന്ന് ഞാൻ പറഞ്ഞിരുന്നു, തരൂറിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തരൂർ നിയമ നടപടിക്ക് പോകട്ടെ, ഡിഫാമേഷൻ ഫയൽ ചെയ്തോട്ടെ. ഇത് തെളിയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും ഇത് കൃത്യമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു. 2023 പോലും അതിനുള്ള ശ്രമങ്ങൾ, BJPയിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ തരൂർ നടത്തിയെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുമുണ്ട്. അത് നമ്മൾ പിന്നാലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ എത്തും.